ഹലാലായ കള്ളറങ്ങും. ഇപ്പൊ എന്തേ എല്ലാ ചിക്കനും ഹലാല് തന്നെ. ചിക്കൻ ഒട്ടിച്ചാൽ ഹലാലായി പോയി. ഇനി ഹലാലായ പന്നി മാംസം ഇറങ്ങുമോ അറിയില്ല. മഅദല്ലാഹ്. ചിക്കൻ ഒട്ടിച്ചാൽ ഹലാലായി പോയി, ബോർഡ് വെച്ചാൽ ഹലാലായി പോയി. എന്തേ കാരണമെന്നറിയുമോ? ഞങ്ങൾ ഇങ്ങനെ ഹൈവേയിൽ പോകുമ്പോ സ്ഥിരം യാത്രക്കാരെന്ന നിലക്ക് പല പല കടയുടെയും ബോർഡ് കാണുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ കടയായിരിക്കും. എന്തേ അങ്ങനെ നോക്കാനുള്ള കാരണം മറ്റുള്ളവരിവിടെ ജീവിച്ചുകൂടാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇസ്ലാമിക രീതി അനുസരിച്ച് അറുത്ത ഭക്ഷണമല്ലേ കഴിച്ചുകൂടൂ എന്ന നിലക്ക് നമ്മളങ്ങനെ നല്ല നിലക്ക് അറുത്ത ഭക്ഷണം കിട്ടുമെന്ന നിലക്ക് നല്ല കടകളുടെ ബോർഡ് നോക്കി കയറുമ്പോൾ ബോർഡിൽ മാത്രമേ ബിസ്മിയുള്ളൂ, ബോർഡിൽ മാത്രമേ തവക്കുലുള്ളൂ, ബോർഡിൽ മാത്രമേ മദീനയുള്ളൂ, ബോർഡിൽ മാത്രമേ മക്കയുള്ളൂ. അകത്ത് മക്കയുമില്ല, മദീനയുമില്ല, തവക്കലുമില്ല, ബിസ്മിയുമില്ല. ഈ രീതിയിലേക്ക് കച്ചവടങ്ങളുടെ ലോകത്ത് മാറിപ്പോയി. സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ട് ഹലാലാകുന്ന കാലമാണ്. അതിന്റെ പേരിൽ സമാധാനിച്ച് ഭക്ഷണം കഴിക്കുന്ന കാലമാണ്. എന്തു ചെയ്യാനാണ്? നാലുപാടുകൾ മുഴുവനും സൂക്ഷ്മതയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലമായി. ചണ്ടിചവറുകളായ നമ്മൾ ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ ഇടിപ്പടക്കങ്ങളിലേക്ക് ചേരുന്നവരായി പോയി. എങ്ങനെ മുൻഗാമികളുടെ ജീവിതം വായിക്കുമ്പോ ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. എത്ര വലിയ വറഇന്റെ ഉടമകളാണ്, സൂക്ഷ്മതയുടെ ഉടമകളാണ് മഹാന്മാരായ അയിമ്മത്തുകൾ എന്നറിയുമോ? അവരുടെ ജീവിതം വായിക്കുമ്പോഴേക്ക് നമുക്കിവിടെ ജീവിതമില്ല. അവര് ബുദ്ധിമാന്മാരാണ്, അവര് സ്വാലിഹീങ്ങളാണ്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു റജഅ മിൻ ഖുറാസാന ഇല ശാം. മഹാനായ ഇബ്നുൽ മുബാറക് തങ്ങൾ ഖുറാസാനിൽ നിന്ന് സിറിയയിലേക്ക് മടങ്ങിപ്പോയി. എന്തിനാണ്? അവിടുന്ന് വായ്പ വാങ്ങിയ ഒരു പേന തിരിച്ചു കൊടുക്കാനാണ്. വായ്പ വാങ്ങിയ പേന കൊണ്ടുവന്ന് മറന്നുപോയി. ഖുറാസാൻ എന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് സിറിയയിലേക്ക് മഹാനവറുകൾ മടങ്ങി വന്നു. എവിടത്തേക്കാണ്, എത്ര ദൂരമാണ് മടങ്ങി വന്നത്? എന്തിനാണ്? വായ്പ വാങ്ങിയ ഒരു പേന മടക്കി കൊടുക്കാനാണ്. ഇന്ന് കടം വാങ്ങിയാ കൊടുക്കാത്ത സമൂഹമായി പോയില്ലേ? അറബിയെ പറ്റിച്ച് നാട് പറ്റുന്ന ആളുകൾ വന്നു പോയില്ലേ? മുതലാളിയെ പറ്റിച്ച് റിയാൽ വലിക്കുന്ന ആളുകൾ വന്നു പോയില്ലേ? അയൽവാസിയെ പറ്റിക്കുന്ന അയൽവാസികൾ വന്നു പോയില്ലേ? കൂട്ടുകാരികളെ പറ്റിക്കുന്ന കൂട്ടുകാരികൾ വന്നു പോയില്ലേ? മഅദല്ലാഹ്. ഇബ്നുൽ മുബാറക് തങ്ങളങ്ങ് മടങ്ങി വന്നു പോയി. എന്തേ? ബഹുമാനപ്പെട്ട അബൂ യസീദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ബസ്താം എന്ന പ്രദേശത്ത് നിന്ന് ഹമദാനിലേക്ക് മടങ്ങി വന്നുപോയി. മഹാനവറുകൾ കൊണ്ടുവന്ന പൊതിയിലിരുന്ന ഉറുമ്പിനെ തിരിച്ചവരുടെ നാട്ടിലേക്ക് കൊണ്ടുവിടാനാണ്. കാരണം എന്തേ? ഞാനതിനെ നാട് കടത്തിക്കളഞ്ഞത് ശരിയായില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ബസറയിലേക്ക് മടങ്ങി വന്നില്ലേ ഒരു കാലക്ക തിരിച്ചു കൊടുക്കാൻ? ഇതുപോലെ എത്ര മഹാന്മാരാണ്, എണ്ണി മഹാന്മാർ എഴുതിയിരിക്കുന്നു അവരുടെ ഗ്രന്ഥങ്ങളിൽ. അവരുടെ വറഉള്ള ജീവിതം പറഞ്ഞു കേൾക്കാൻ പോലും, നമുക്ക് പറയാൻ പോലും അർഹതയില്ലാത്തവരാണ് നമ്മൾ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതം നിന്നെ പേടിക്കുന്ന ജീവിതമാക്കണം റഹ്മാനേ. തഖ്വയുള്ള ഖൽബ് തരണം റഹ്മാനേ. വഅദ് പറയുന്ന ഞങ്ങൾ കൂടുതൽ പ്രതിക്കൂട്ടിലാണ്. വൈറൂതഖീൻ യഗ്മുറുന്നാസ ബിത്തുഖാ തബീബു യുദാവിന്നാസ വഹുവ അലീലു. തഖ്വയില്ലാതെ വഅദ് പറയുന്നവൻ രോഗിയായ ഡോക്ടറാണ്. റബ്ബേ, ഞങ്ങളെ അധപ്പതിപ്പിക്കാതെ തഖ്വയുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. വരട്ടെ, ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, എത്രയോ പറയാനുണ്ട്.